പ്രിയ, ദീപ്തി, രമ്യ, എല്ലാരും കഴിക്കാൻ വന്നോളൂ. അമ്മേ ഇരിക്കെ. സൗമിനി, എല്ലാം എടുത്തിട്ട് വാ. ദീപേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇന്ന് ഞാൻ സെർവ് ചെയ്തോളാം. വേണ്ട, പ്രിയ ചേച്ചി ഇരുന്നോളൂ. മതി. ഇങ്ങ് തമള, ഞാൻ എടുത്തോളാം. ചിക്കൻ കറി, തോരൻ, തീയൽ, സാമ്പാറില്ലേ? ദീപേട്ടന് സാമ്പാർ ഇഷ്ടല്ലേ? എന്നാ ഞാൻ പോയി സാമ്പാർ എടുത്തോണ്ട് വരാം. ഈ കുട്ടി എന്താ ഇങ്ങനെ? അയ്യോ, കാലേ വീണോ? അവിടുന്ന് അനങ്ങണ്ട, കുപ്പിച്ചില്ലേ ഉള്ളൂ. സൗമിനി, ആ തുടയ്ക്കാനുള്ള തുണി ഇങ്ങെടുത്തോണ്ട് വന്നേ. എന്തിനാ മോള് ഇതൊക്കെ ചെയ്യാൻ പോയത്? ഇങ്ങോട്ട് മാറി നിക്ക്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്തിനാ വരാൻ പറഞ്ഞത്? ലത ചേച്ചി പറഞ്ഞു ദീപേട്ടൻ എന്നെ വിളിക്കുന്നെന്ന്. ചേച്ചിയാ ഈ പാല എന്നയച്ചത്. ഇത് ഞാൻ കുടിക്കട്ടെ? മധുരം തീരെയില്ല. സാമ്പാർ പാത്രം താഴെയിട്ട് പൊട്ടിച്ചതുപോലെ ഇതും അങ്ങനെ പൊട്ടിക്കട്ടെ. അയ്യോ വേണ്ട, ഇങ്ങ് തരുന്നേ. എന്ത് രസമായിരുന്നല്ലോ ദീപേട്ട. സാമ്പാർ പാത്രം ഇങ്ങനെ ജിങ്ങനെ വീണ് ടങ്ങനെ പൊട്ടി ചെറുങ്ങനെ കുപ്പിച്ചില്ലേ തിരക്കുന്നതാണ്. അപ്പോ മനഃപൂർവ്വം പാത്രം നിലത്തിടുമായിരുന്നോ? പിന്നെന്താ വിചാരിച്ചു? രമ്യയും കുഞ്ഞുമോളൊക്കെ ഉറങ്ങി, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാം. ദീപേട്ടാ, ഭൂമി കുലുങ്ങുന്നുണ്ടോ? ഉണ്ട്, കുലുങ്ങുന്നുണ്ട്. വീട് കുലുങ്ങുന്നുണ്ട്. ഈ മുറിയും കട്ടിലും ഒക്കെ കുലുങ്ങുന്നുണ്ട്. എനിക്ക് പേടിയാന്ന് ദീപേട്ടാ. നിന്നോ, ഇല്ല. ഇനിയും കുലുക്കുണ്ടായ എനിക്ക് ആപത്തൊന്നും വരാതെ നോക്കണേ ദീപേട്ടാ. ഞാൻ ഉറങ്ങട്ടെ.
നിന്റെ കുളിയൊന്നും കഴിഞ്ഞില്ലേ? കരീൻ രാവിലെ വിളിച്ചിരുന്നു. ലോറി മംഗലാപുരത്തെത്തി DD എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. എന്താ നിനക്ക്? അമ്മേ, എന്തു പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. അമ്മ സങ്കടപ്പെടരുത്. എന്ത് പറ്റി മോനെ? കല്യാണം കഴിഞ്ഞ രാത്രി പ്രിയ മുറിയിൽ നിന്ന് ഓടിപ്പോയപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ ശ്രദ്ധിച്ചോന്നറിയില്ല. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെ അവൾ പെരുമാറിയത്. ഷോപ്പിലെത്തിയപ്പോ ഞാൻ ഫോൺ ചെയ്തു. സംസാരത്തിനിടയിൽ വണ്ടിനെ കൊല്ലാൻ തോക്ക് വാങ്ങിച്ചുകൊണ്ടിരാൻ എന്നോട് പറഞ്ഞു. അതൊരു തമാശയായിരിക്കും ഞാൻ വിചാരിച്ചു. ഇന്നലെ രാത്രി ഡൈനിങ് ടേബിളിൽ പാത്രം ഇട്ട് പൊട്ടിച്ചത് മനഃപൂർവ്വമായിരുന്നു അവൾ എന്നോട് പറഞ്ഞു. എന്തിന്? ഇത്രയും കാലം അലഞ്ഞിട്ടൊടുവിൽ ബോധം നശിച്ചൊരു പെണ്ണിനെയാണമ്മേ എനിക്ക് ഭാര്യയായി കിട്ടിയത്. എന്റെ ഈശ്വരാ, ഞാൻ എന്തായി കേൾക്കുന്നത്? അമ്മ കരയരുത്. അമ്മ കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദീപു, നിനക്കൊന്ന് കഴിക്കണ്ടേ? ദാ വരുന്നേ ചേച്ചി. തൽക്കാലം മറ്റാരും അറിയണ്ട. എന്താടാ ദീപു, നിന്റെ മുഖം എന്താ വല്ലാതെ? ഒന്നുമില്ല. എന്താ കഴിക്കണമെന്ന് വെച്ചാൽ എടുത്തു വെച്ചോ. ഗുഡ് മോർണിംഗ് ദീപു മാമ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രിയെ, ഇരിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഞാൻ പോയി ദോശ എടുത്തിട്ട് വരാം. ദീപു, നീ എന്താ അമ്മയോട് പറഞ്ഞത്? കുഞ്ഞു കഴിക്കുന്നില്ലേ? കഴിക്കണം. എനിക്ക് വയ്യ, തൊലി മുഴുവൻ പോയല്ലോ. നീ എന്തെടുത്തായിരുന്നു? ഇതൊന്നും കണ്ടില്ലേ? ഈ കുട്ടി എന്താ കാണിച്ചത്? എന്തിനാ നിലവിളിച്ചോടിയത്? ഞാൻ വയറ്റിൽ ദോശ ഇട്ടതല്ലേ. സീമേ, കരയാതിരിക്കും. നീ കരഞ്ഞ ഞങ്ങൾക്കും കരച്ചിൽ വരും. അന്നൊരു ദിവസം തമാശക്ക് ഞാൻ ദീപേട്ടനോട് പറഞ്ഞു, ദീപേട്ടന്റെ ഭാര്യയ്ക്ക് വട്ട പിടിക്കുമെന്ന്. ആ പറഞ്ഞത് ഭാരം പക്ഷെ പോലായി. സീമേ, കരഞ്ഞിട്ടെന്താ കാര്യം മോളെ? നമ്മുടെ ദീപുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ബാലേട്ടാ, ഞങ്ങൾ എല്ലാത്തിനും കാരണം ഓരോ പെൺകുട്ടികൾക്കും ഓരോരോ കുറ്റം പറഞ്ഞ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇത് വിധിയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാ ദീപുവിനെ ആശ്വസിപ്പിക്കുക. അതിനു പകരം നമ്മളും തളർന്നു പോയാ അവന്റെ അവസ്ഥ എന്താവും? ഇത് വിധിയൊന്നുമല്ല ബാലേട്ട, ക്രൈമാണ്. അറിഞ്ഞുകൊണ്ട് അവളുടെ വീട്ടുകാര് നമ്മളോട് ചെയ്ത ചതി. അതെ, അതെന്തെങ്കിലും ആവട്ടെ. എല്ലാത്തിനും പ്രതിവിധികൾ കണ്ടുപിടിക്കാനാണല്ലോ മനുഷ്യന് തലച്ചോറ് തന്നിരിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി ആകപ്പാടെ വഷളായി പോകും. ബാലേട്ടൻ പറഞ്ഞതുപോലെ ദീപുവിന് ധൈര്യം കൊടുക്കലാണ് പ്രധാന കാര്യം. അത് മാത്രമല്ല, നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ഒരു പരിഹാരം ഉണ്ടാവണം. മോള് വന്നേ. ചെറിയ കുട്ടിയായതുകൊണ്ട് നിന്നോട് പ്രത്യേകം പറയാ, പുറത്തൊരാളും ഇത് അറിയാൻ പാടില്ല. മനസ്സിലായ?
അച്ഛനല്ലേ എവിടെ? ഉണ്ട്, അകത്തുണ്ട്. അച്ഛനെ വിളിക്കൂ. ആ, അങ്ങോട്ടിരിക്കാം. ആഹാ, കാറിന്റെ ശബ്ദം കേട്ടു. നിങ്ങളാണെന്ന് വിചാരിച്ചില്ല. എന്തൊക്കെയാ, നമ്മുടെ കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? കാലത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. മിസ്റ്റർ രാധാകൃഷ്ണൻ, ഈ ലോകത്ത് ധാരാളം വഞ്ചകന്മാരും ചതിയന്മാരും ഉണ്ടെന്നറിയാം. പക്ഷേ അക്കൂട്ടത്തിൽ ഒരാളുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരുമെന്ന് തീരെ കരുതിയില്ല. എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞു തരണോ? ഞങ്ങളുടെ ദീപു, അവൻ ഞങ്ങളുടെ അളിയനല്ല, ഞങ്ങളുടെ മകനാണ്. അവന്റെ അമ്മയും സഹോദരിമാരും കട്ടിയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ജലപാനം കഴിച്ചിട്ടില്ല. ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. വിജയ, ചോദിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ വന്നിരി. 4 പെൺകുട്ടികളാ എനിക്ക്. അവർക്കൊക്കെ എന്നെക്കാൾ സ്നേഹം അവനോടാ. അതുപോലെ പെങ്ങന്മാരും അവരുടെ കുട്ടികളെന്ന് പറഞ്ഞ അവൻ മരിക്കും. വിജയ, ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല ബാലേട്ട, ആലോചിക്കുന്നതോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മിസ്റ്റർ രാധാകൃഷ്ണൻ, നാട്ടിലും വീട്ടിലും ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. അതൊക്കെ പോട്ടെ, മാനസിക രോഗിയായ ഒരു കുട്ടിയെ ചികിത്സിപ്പിക്കാതെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണോ വേണ്ടത്? പറയണം മിസ്റ്റർ. എന്താ അവിടെ ഉണ്ടായി? എന്റെ മകൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങളുടെ മകൾക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളെ ദീപുവിന്റെ തലയെ കെട്ടിവെച്ചത്? ചോദിക്കില്ലെങ്കിൽ ദയവായി ഞാൻ പറയുന്നു നിങ്ങളൊന്ന് കേൾക്കണം. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയൂ. ഞാൻ പറയാം. എന്റെ മകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണത്തോടെ അതൊക്കെ മാറുമെന്ന ഡോക്ടർ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നത്. മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛന്റെ സ്വാർത്ഥത കാരണം എനിക്ക് നിങ്ങളോടത് പറയാൻ കഴിഞ്ഞില്ല. ഓഹോ, അപ്പൊ നിങ്ങളുടെ മകളുടെ രോഗം മാറ്റാനുള്ള പരീക്ഷണ വസ്തുവായി ഞങ്ങളുടെ ദീപുവിനെ നിങ്ങൾ തെരഞ്ഞെടുത്തു അല്ലേ? മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും അറിയാനില്ല. വാ, നമുക്ക് പോവാം. പോകരുത്, ഞാനെല്ലാം വിശദമായിട്ട് പറയാം. ഇനി എന്ത് പറയാം? നിങ്ങൾക്ക് നിങ്ങളുടെ മോളാണ് വലുതെങ്കിൽ ഞങ്ങൾക്ക് അതിലും വലുതാണ് ദീപു. നടക്ക്.